അർജുൻ ഇങ്ങനെ ഈ അപകടത്തിൽപ്പെട്ടു എന്ന സംശയം എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഇന്നലെ മാത്രമാണോ അർജുനെ കുറിച്ചൊരു വിവരം പിന്നീട് ലഭ്യമാവാതെ വന്നപ്പോൾ ഒരു സംശയമുണ്ടായത്? ഞങ്ങള് എപ്പോഴും വിളിക്കുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു 16-ാം തീയതി രാവിലെ വിളിക്കാതെ ആയപ്പോൾ ഞങ്ങളെ കൂടെ പോകുന്ന ഒരാൾ പറഞ്ഞതാണ് ഇങ്ങനെ അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ വണ്ടികളൊന്നും ഇല്ല എന്നാണ് ആദ്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് അറിയുന്നത് അവിടെ വണ്ടികളൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന്. ഈ കൂടെ ഉണ്ടായിരുന്ന ആളെന്ന് പറയുന്നത് അദ്ദേഹം അർജുനൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന ആളല്ല, മുമ്പ് പൊക്കൊണ്ടിരുന്ന ആളാണ് പറഞ്ഞല്ലേ? അല്ല, ഒപ്പം ഉണ്ടായിരുന്ന ആളല്ല, കൂടെ അല്ല, പൊക്കൊണ്ടിരുന്ന ആളല്ല. ഇവര് വർത്താനം പറയുന്ന ആൾക്കാരാണ്, ഒരുമിച്ച് പോവാറുണ്ട്. പക്ഷെ ആ സമയത്ത് ഒരുമിച്ച് പോയിട്ടില്ല. ഇങ്ങനെ എപ്പോഴും വർത്താനം പറയുന്ന ഒരാളാണ്. ആ കമ്പനിയിൽ ഡ്രൈവറാണ്, വേറെ വണ്ടിയിൽ. ഈ അർജുന്റെ ഫോണിൽ പലവട്ടം ബന്ധപ്പെട്ടിരുന്നല്ലോ, അപ്പൊ ഇന്ന് വിളിച്ചപ്പോ ഫോൺ റിങ് ചെയ്തിരുന്നോ? ഇന്ന് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തിരുന്നു രാവിലെ. ഇന്നലെ വിളിച്ചപ്പോഴും എനിക്ക് റിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും വിശ്വസിച്ചില്ല. പക്ഷെ ഇന്നും റിങ് കിട്ടി ഞങ്ങൾക്ക് രാവിലെ. ഏട്ടന് ഫുള്ള് റിങ് അടിച്ചു, പക്ഷെ ആരും എടുത്തില്ല അവിടുന്ന്. പിന്നെ സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. പിന്നെ വണ്ടി ഇന്നലെ വരെ ഓണാണ്, എഞ്ചിൻ ഓണാണ് ഇന്നലെ രാത്രിയൊക്കെ വണ്ടി. എഞ്ചിൻ ഓണാണെന്ന കാര്യം പക്ഷെ അവിടേക്ക് ആരും പോകുന്നില്ല, അതാ പ്രശ്നം. എഞ്ചിൻ ഓണാണെന്ന കാര്യം അറിയിച്ചത് ഈ ഭാരത് ബെൻസ് ആണ് വണ്ടി. അവിടെ കമ്പനിയുടെ ആളുകളാണ് അറിയിച്ചത്. ഭാരത് ബെൻസ് കമ്പനിന്നാണ് അവരെ അറിയിച്ചത്. അപ്പൊ ഇന്നലെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ അപകടത്തിൽ ഈ മണ്ണിടിച്ചിലാണോ പെട്ടതെന്നൊരു സംശയം ഉണ്ടാവുന്നത് ഇന്നലെയാണല്ലേ? അത് അവരോട് ആദ്യം പറഞ്ഞു. GPS അവിടെ വെച്ചിട്ടാണ് ഡിസ്കണക്ട് ആയത്. അപ്പൊ അവരോട് ആദ്യം പറയുന്നുണ്ട് വണ്ടി അവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവര് പറയുന്ന അവിടെ ഒരു വണ്ടിയോ അങ്ങനത്തെ ഒരു വണ്ടിയോ അവർ കണ്ടില്ല എന്നാണ് പറയുന്നത്, മരം വണ്ടി. പക്ഷെ ഞങ്ങൾ അവരോട് ആദ്യം പറയുന്നുണ്ട്, ഇപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട് അവിടെ ഉണ്ടെന്ന്. അവർ അവിടേക്ക് എത്തുന്നില്ല. റെസ്ക്യൂ ഭയങ്കര സ്ലോ ആണ്, റെസ്ക്യൂ തീരെ അവിടെ എത്തുന്നില്ല. ഏറ്റവും ഒടുവിൽ ഫോണിൽ സംസാരിച്ചത് എപ്പോഴാണ്? പോലീസല്ല, ഈ അർജുനുമായിട്ട് ഏറ്റവും അറിയില്ല. ഞാൻ സിസ്റ്ററോടാണ് സംസാരിക്കുന്നത്. അതല്ല, ഞാൻ 15-ാം തീയതി രാത്രി. ഓക്കെ, 15-ാം തീയതി രാത്രിയാണ് സംസാരിച്ചത്. അന്ന് ഞാൻ സംസാരിച്ചത് 15-ാം തീയതി രാത്രിയാണ് അവസാനം. ഓക്കെ, അപ്പം 15-ാം തീയതി ഫോണിൽ സംസാരിച്ച് കട്ട് ചെയ്യുമ്പോൾ നാളത്തെ യാത്രകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞില്ല. അന്ന് ലോഡൊക്കെ കയറ്റി വരികയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞില്ല. പിന്നെ കൂടെയുള്ള ആൾക്കാരെ, ഇപ്പൊ കൂടെ വണ്ടിയിൽ പോകുന്ന ആൾക്കാരെയും മുതലാളിനെയൊക്കെ അന്ന് 3 മണി വരെ വർത്താനം പറഞ്ഞ് അവർ വെച്ചതാണ്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അവസാനമായി അർജുനുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ അർജുൻ എവിടെയാണ് അപ്പോൾ ഉണ്ടായിരുന്നത്? ആ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്, സംഭവം നടക്കുന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അവിടെ ഉറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതായത് വാഹനം റോഡിൽ നിർത്തിയിട്ട് ഉറങ്ങുകയാണ്, അതല്ലേ? അങ്ങനെയല്ലേ ചെയ്തോണ്ടിരുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, അതിനുശേഷമാണ് പിന്നെ കോണ്ടാക്ട് ഇല്ലാതെ പോയത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്ക് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ അവിടുന്ന് ലഭ്യമാവുന്നുണ്ടോ? സർക്കാരിന്റെയോ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? അവിടുന്ന് പറയുന്നത് ഇപ്പോഴും സർക്കാരുകൾ, സംസ്ഥാന സർക്കാർ ബന്ധപ്പെടുന്നുണ്ട്, അവിടുത്തെ സർക്കാർ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അവിടുത്തെ റെസ്ക്യൂ ഇപ്പോഴും സ്ലോ ആണ്. ഇന്നലെ നടന്ന അതേപോലെ തന്നെയാണ് ഇന്നും അവിടെ നടക്കുന്നത്. ഹിറ്റാച്ചി ഒക്കെ കുറവാണ്. ഒരു ഡിഫൻസ് ഇടപെട്ടാലേ എന്തെങ്കിലും നടക്കുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. അവിടെയുള്ള ഞങ്ങളെ ബന്ധുക്കളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ മണ്ണ് മാറ്റിയാലും സ്ലോ ആയിട്ടാണ്, മണ്ണ് മാറ്റുന്നൊക്കെ സ്ലോ ആണ്. അത് ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് അവർ എത്തിപ്പെടുന്നില്ല. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് അവർ വരണം. ഈ നമ്മുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടോ? അർജുന്റെയൊക്കെ ബന്ധുക്കൾ അവിടെ ഉണ്ടോ? ആ പ്രദേശത്തുണ്ടോ? ഉണ്ട്. ഒരു 3 ദിവസം, ഒരു സംഭവം നടന്ന് 3 ദിവസമായിട്ട് ഇപ്പോൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യാണ്. എന്തായാലും വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ വേഗത്തിലുള്ള ഇടപെടൽ ഉണ്ടാവട്ടെ. ഞങ്ങളും ഒപ്പമുണ്ട്. നമുക്ക് അർജുനെ എത്രയും വേഗം തിരികെ എത്തിക്കാം. ആ തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ്. ഇപ്പോൾ ഈ മന്ത്രിമാരുടെ ഇടപെടലോ അങ്ങനെ എന്തെങ്കിലും കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ MLA സാർ വന്നിട്ടുണ്ട്, MP വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗണേഷ് കുമാർ സാർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇടപെടുന്നുണ്ട്. കർണാടക മന്ത്രിമാരായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഒരു കാര്യം കൂടി, മാനസികാവസ്ഥ അറിയാമെങ്കിലും കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്? എന്താണ് അർജുൻ്റെ കുടുംബം? ഞങ്ങൾ കുറച്ച് വലിയ ഫാമിലിയാണ്. അച്ഛനും അമ്മയും സിസ്റ്ററും, എനിക്കൊരു മോനുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഗ്രാൻഡ് മദർ, എല്ലാവരും ഉള്ള ഫാമിലിയാണ്, വലിയ ഫാമിലി. അർജുൻ എത്ര നാളായി ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? കമ്പനിയിൽ ജോലി ചെയ്യുന്ന 2 കൊല്ലം ആവുന്നേ ഉണ്ടാവുള്ളൂ, ഒരു 1-2 കൊല്ലമായുള്ളൂ. പക്ഷേ ലോറി ഫീൽഡിൽ ഒരു 7-8 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ഒക്കെ പോകുന്ന ആളാണ്. ഇപ്പോഴാണ് ഈ കർണാടക ഇതാ വരുന്നത്. ആദ്യം ഗുജറാത്ത്, ഡൽഹി അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പൊ സ്ഥിരമായിട്ട് ഈ റൂട്ടിൽ ഇപ്പം പരിചയമുള്ളതാണ്, ഈ റൂട്ടിൽ നേരത്തെ യാത്ര ചെയ്യാറുള്ള ആളാണല്ലേ? യാത്ര ചെയ്യാറുള്ള ആളാണ്. എന്തായാലും വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്, സാഹചര്യങ്ങൾ മനസ്സിലാക്കി തന്നതിന്. എന്തായാലും രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ നടക്കുകയാണ്. അത്തരത്തിലുള്ള ഇടപെടൽ അധികൃതരുടെയും അവിടെ ഉണ്ടാകുന്നുണ്ട്, ഞങ്ങളും ഒപ്പമുണ്ട്. എന്തായാലും അർജുനെ നമുക്ക് തിരികെ എത്തിക്കണം, അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാവട്ടെ. കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ എല്ലാവരും ഒപ്പമുണ്ട്. എന്തായാലും അവിടുത്തെ ബുദ്ധിമുട്ടുകളും ഞങ്ങളും മനസ്സിലാക്കുന്നു. അർജുൻ്റെ ഭാര്യയാണ് നമ്മളോട് പ്രതികരിച്ചത്. അവിടുത്തെ സാഹചര്യങ്ങളാണ് അർജുൻ്റെ ഭാര്യ പങ്കുവെച്ചത്. കുടുംബം ഭർത്താവിനെ കാണാതായ ആ ഒരു ആശങ്കയിലാണ്. ഏറ്റവും ഒടുവിൽ 15-ാം തീയതി രാത്രിയിലാണ് കുടുംബവുമായി അർജുൻ ഫോണിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലത്താണ് അർജുൻ്റെ വാഹനം നിർത്തിയിരുന്നത്. ഈ ദേശീയപാതയിൽ വാഹനം നിർത്തിയിട്ട് വിശ്രമിച്ച് ഉറങ്ങി അവിടുന്ന് പിറ്റേന്ന് യാത്ര തിരിക്കുക, ഇതായിരുന്നു അവരുടെ ദൗത്യം.